പുതിയ മാർപ്പാപ്പ പോപ്പ് ലിയോ 14 ആലുവയിലെത്തിയതിന്റെ ഓർമ്മയിലാണ് മുതിരപ്പാടത്തുള്ള സെന്റ് അഗസ്റ്റീനിയൻസ് സ്റ്റഡി ഹൌസ്. 2004 ഏപ്രിൽ 19 സെന്റ് അഗസ്റ്റീനിയൻസ് സഭയുടെ ഇന്ത്യയിലെ ആസ്ഥാനമായ സെന്റ് അഗസ്റ്റിൻ സ്റ്റഡി സെന്ററിൽ ലിയോ 14 എത്തിയത്. 6 ദിവസത്തോളം മാർപ്പാപ്പ ഇവിടെ താമസിച്ചു. ആലുവ കമ്പനിപ്പടി മുതിരപ്പാടം സെന്റ് അഗസ്റ്റ്യൻസ് സ്റ്റഡി ഹൌസ് ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും പഠിപ്പിക്കുന്ന അസിസ്റ്റന്റ് മാസ്റ്ററായ ഫാദർ ജോൺ ബോസ്കോ കൂട്ടുതറ ഉൾപ്പെടെ 6 അച്ഛന്മാരുടെ പൗരോഹിത്യ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്ത് ആശീർവദിക്കാനാണ് ലിയോ 14 എത്തിയത്. സൗമ്യവും എളിമയും നിറഞ്ഞ ഇടപെടലായിരുന്നു പോപ്പിന്റേതെന്ന് ഫാദർ ജോൺ ബോസ്കോ ഓർക്കുന്നു. പലപ്പോഴും പിന്നെ പരിശുദ്ധനെ കുറിച്ചുള്ള ഒരു നല്ല ഓർമ്മ എന്ന് പറയുന്നത് കുറച്ച് സംസാരിക്കുകയും ഒത്തിരി കേൾക്കുകയും ചെയ്യുന്ന ഒരു പിതാവാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യം അത് തന്നെയാണ്. എല്ലാവരെയും തുറവിയോടുകൂടി കേൾക്കാനുള്ള ഒരു മനസ്സ് അന്ന് പ്രയോജനമായിരുന്ന സമയത്തും ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിച്ചു. ഇവിടെയുള്ള ഓരോ വ്യക്തികളെയും, അച്ഛന്മാരെയും ബ്രദേഴ്സിനെയും കേൾക്കുകയും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിനനുസരിച്ച ഒരു പരിശുദ്ധ പിതാവിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയുവാൻ സാധിക്കും. എല്ലാവരെയും കേൾക്കാനുള്ള മനസ്സ് പോപ്പിന്റെ പ്രത്യേകത ആയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എരമല്ലൂർ സ്വദേശിയാണ് ഫാദർ ജോൺ ബോസ്കോ കൂട്ടുതറ. സെന്റ് അഗസ്റ്റ്യൻ സഭ ആസ്ഥാനമായ വത്തിക്കാനിൽ നിന്നാണ് പോപ്പ് ആലുവയിൽ എത്തിയത്. ഇടക്കൊച്ചി സുപ്പീരിയർ ആയിരുന്ന ഫാദർ ജേക്കബ് മുല്ലശ്ശേരിയുടെ നേതൃത്വത്തിൽ അന്ന് പോപ്പിനെ സ്വീകരിച്ചു. ആഗോള അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിന്റെ പ്രയാർ ജനറൽ ആയിരുന്നു മാർപ്പാപ്പ. പ്രയാർ ജനറൽ ഫാദർ ഡോക്ടർ റോബർട്ട് ഫ്രാൻസിസ് പ്രീവോസ്റ്റ് എന്നായിരുന്നു അന്നത്തെ പേര്. അന്ന് പുള്ളിയുടെ അദ്ദേഹത്തിനുള്ള സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മൾ ഓർമ്മിക്കുന്നത് ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനായിട്ടാണ്. എന്തും നമ്മൾക്ക് ടെൻഷൻ തരാത്ത രീതിയിൽ വളരെ കാര്യങ്ങൾ, അത് അതേസമയത്ത് കാര്യഗൗരവത്തോടെ കാര്യങ്ങൾ പറയാനും അങ്ങനെ സാധിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളെ വേണ്ട രീതിയിലൊക്കെ നല്ല, അന്ന് ഞങ്ങൾ കുറച്ച് അച്ഛന്മാരേ ഉള്ളൂ, പക്ഷേങ്കിലും ഞങ്ങൾക്ക് വേണ്ട നല്ല നിർദ്ദേശങ്ങളൊക്കെ തരുമായിരുന്നു. ഇപ്പോഴും എന്താണ് നമ്മളിന്ന് കാണുന്ന രീതിയിലുള്ള ഹൈറാർക്കി, അത് ശരിക്കും പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും സമത്വത്തോടെ കാണുവാനും അങ്ങനെ ഒരു സമഭാവനയോടെ കാണാനുള്ളതാണ്. പുള്ളി ഇപ്പോൾ ജനറലാണെന്നുള്ള കാണിക്കാതെ നമ്മളുടെ ഒരാളാണ് എന്നുള്ള ഒരു സൗഹൃദത്തോടു കൂടിയാണ് എപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും അതുപോലെ ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1998 ആക്സീനിയൻ സഭയുടെ ഇന്ത്യൻ റീജിയണൽ ആസ്ഥാനമായ ആലുവ മുതിരപ്പാടത്തെ സ്റ്റഡി ഹൌസ് പണി കഴിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.